ഒരു ലൈവിൽ വരണമെന്ന് ആഗ്രഹിക്കാൻ ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലുള്ള BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ തിരുവനന്തപുരത്തെ അഴിമതി രംഗത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട അഴിമതിയാണ് ശ്രീലേഖ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി ഞാൻ ശ്രീലേഖയ്ക്ക് അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. അഭിനന്ദനങ്ങൾക്ക് അവർ അർഹയാണ്. കാരണം ഒരു MLA നടത്തുന്ന അഴിമതി നിങ്ങൾ ശ്രദ്ധിക്കൂ. ഏത് MLA ആണ്? ഇടതുപക്ഷ MLA. വട്ടിയൂർക്കാവിലെ പ്രശാന്ത് എന്ന് പറയുന്ന MLA 827 രൂപയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതാണ്ട് 25,000 രൂപയോളം വാടക കിട്ടാവുന്ന ഒന്നാന്തരം സ്ഥലം 827 രൂപയ്ക്ക് അയാൾ കൈവശം വെച്ച് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ആർ ശ്രീലേഖ കോർപ്പറേഷനിൽ ജയിച്ചപ്പോൾ അത് കോർപ്പറേഷൻ കൗൺസിലർ ഉപയോഗിക്കേണ്ട സ്ഥലമാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞതാണ്. പക്ഷേ പ്രശാന്ത് അത് നിരസിച്ചു എന്ന് മാത്രമല്ല, പ്രശാന്ത് ആർ ശ്രീലേഖയുടെ മെക്കെട്ട് കയറാൻ വന്നു. ശ്രീലേഖ ധാർഷ്ട്യക്കാരിയാണെന്ന് റിപ്പോർട്ടർ ചാനലുകാർ വിളിച്ചു പറഞ്ഞു. പ്രശാന്തന് കൊടലൂത്തുമായിട്ട് ബിനോയ് വിശ്വം വന്നിരിക്കുന്നു, രാജേഷ് വന്നിരിക്കുന്നു, ഇനി മുഖ്യമന്ത്രി വരാൻ കിടക്കുന്നു. എന്താണ് ഇതിനൊക്കെ കാരണമെന്ന്? തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണത്തിലേറിയത് ബിനോയ് വിശ്വന് സഹിച്ചിട്ടില്ല, രാജേഷിനും സഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അഴിമതി വളരെ കൃത്യമായി നടന്നിട്ടും ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയിട്ടും ഒരു സ്ത്രീ വെച്ച റിക്വസ്റ്റ്, വളരെ മാന്യമായ രീതിയിൽ അവർ പറഞ്ഞ റിക്വസ്റ്റ്, ആ റിക്വസ്റ്റിനെതിരെ ഇതേപോലെ അട്ടഹാസം മുഴക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? രാജേഷ് പറയുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ ഇങ്ങനെയാണ്, അപ്പം ഇനി എന്താവുമെന്ന യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷത്തെ പോലെ ധാർഷ്ട്യം കാണിക്കില്ലെന്ന് മാത്രമല്ല, ഇടതുപക്ഷം ചെയ്ത കൊള്ളരുതായ്മകൾ, അഴിമതികൾ മുഴുവൻ വെളിയിൽ കൊണ്ടുവരികയും ചെയ്യും. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ആദ്യത്തെ അഴിമതിയാണ്. പ്രശാന്തിൻ്റെ ആദ്യത്തെ MLA ആയിരുന്നിട്ട് കോർപ്പറേഷൻ കെട്ടിടം ഉപയോഗിച്ച് തട്ടിപ്പ് കാണിച്ചതിൻ്റെ ആദ്യത്തെ ചിത്രം വെളിയിൽ വന്നിരിക്കുകയാണ്. ഇനി പ്രശാന്തിൻ്റെ അഴിമതികളൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞങ്ങളിതെല്ലാം വെളിയിൽ കൊണ്ടുവരും. ഞാൻ ചോദിക്കട്ടെ, കോർപ്പറേഷൻ അംഗത്ത്, കോർപ്പറേഷൻ കൗൺസിലറിന്, ആ കൗൺസിലറായിരുന്ന സമയത്താണല്ലോ പ്രശാന്ത് ഈ കെട്ടിടം ഉപയോഗിച്ചത്. അപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനം മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കൗൺസിലർ സ്ഥാനം മാറി MLA ആയിക്കഴിഞ്ഞാൽ, MLAക്ക് അലവൻസ് ഉണ്ട്, ഏതാണ്ട് 70,000-ന് മുകളിൽ പണം കിട്ടുന്നുണ്ട്, അലവൻസായി 25,000-ന് മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഈ പണം ഉപയോഗിക്കാതെ ഈ പണമൊക്കെ എഴുതിയെടുത്തിട്ട് കോർപ്പറേഷനിൽ 827 രൂപ അതും അടച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ 827 രൂപ കൊടുത്ത് MLA എന്ന രീതിയിൽ അദ്ദേഹത്തിനുള്ള അലവൻസ് അടിച്ചു മാറ്റി നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുക. പറയുമ്പോൾ ആരാണിവർ? പാവങ്ങളുടെ പടത്തലവന്മാരാണ്. പാവങ്ങൾക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പാവങ്ങളെ സേവിക്കാൻ വേണ്ടി നടക്കുന്നവരാ. ഇവരൊക്കെയാണ് ഈ തെണ്ടിത്തരം കാണിക്കുന്നത്. ഇതിനെ തെണ്ടിത്തരം എന്നല്ലാതെ എന്താ പറയുക? പണം അടിച്ചു മാറ്റുക. 827 കൊടുത്ത് MLAയുടെ വീട് വാടകയുടെ പണം അടിച്ചു മാറ്റുക. അതേതാണ്ട് 25,000-ന് അടുത്ത് വരും. അപ്പോൾ അത് എഴുതി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ 827 കൊടുത്ത് ഈ സ്ഥലം കൈവയ്ക്കുക. എന്നിട്ട് ഇതിന് ഓശാന പാടാൻ ഈ നമ്മുടെ ആരാ വന്നിരിക്കുന്നത്? ഇതിന് ഓശാന പാടാൻ വന്നിരിക്കുന്നത് ബിനോയ് വിശ്വനാണ്. അപ്പോൾ ബിനോയ് വിശ്വത്തെ പോലുള്ള ആളുകൾ ഒരു പാവം സ്ത്രീയുടെ മെക്കെട്ട് കയറാൻ വരണോ? ബിനോയ് വിശ്വമേ, നിങ്ങൾ തെറ്റ് കാണുമ്പോൾ തെറ്റാന്ന് പറയണ്ടേ? CPM കാണിക്കുന്ന എല്ലാ തെണ്ടിത്തരത്തിനും
CPI-ക്കാരിങ്ങനെ കൊട പിടിച്ചാലോ? സ്വർണം തൊട്ട് സകലതിനും CPI കൊട പിടിക്കുക. എന്താ ശബരിമല സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കട്ടളയുടെ വിഹിതം ബിനോയ് വിശ്വന് കിട്ടിയിട്ടുണ്ടോ? ബിനോയ് വിശ്വൻ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പിനെതിരായിട്ട് ഒരക്ഷരം പോലും ഉരിയാടാവാത്ത മിണ്ടാത്ത ബിനോയ് വിശ്വം ശ്രീലേഖയുടെ മെക്കെട്ട് കയറുന്നതിനാ? ശ്രീലേഖയുടെ മെക്കെട്ട് കയറിയാൽ ചോദ്യം ചെയ്യില്ല എന്ന് വിചാരിക്കേണ്ട, ഞങ്ങളൊന്നും വെറുതെ വിടില്ല. അതുകൊണ്ട് ശാസ്തമംഗലത്തെ ജനങ്ങൾ ശ്രീലേഖയെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, യാതൊരു സംശയവുമില്ല. ശാസ്തമംഗലത്തിലെ ജനങ്ങൾ ശ്രീലേഖയെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അഴിമതിക്കെതിരെ പോരാടും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ബിനോയ് വിശ്വവും നമ്മുടെ MP രാജേഷും ഒന്നും വന്നാൽ അങ്ങനെ പേടിക്കുന്നവരല്ല BJP, പ്രത്യേകിച്ച് ശ്രീലേഖ. അതുകൊണ്ട് തട്ടിപ്പിനെതിരെ, കളവിനെതിരെ, കള്ളത്തരത്തിനെതിരെ കേരളത്തിൽ ഒരു ഭരണകൂടം മുന്നോട്ട് വരികയാണ്. കേരളത്തിലെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ കളവിനെതിരായി കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ഭരണസാരഥികൾ മുന്നോട്ട് വരികയാണ്. ജനങ്ങളുടെ പിന്തുണയാണ് ഇവിടെ വേണ്ടത്. വെറുതെ അതും ഇതും പറഞ്ഞ് കളവിനെ ന്യായീകരിക്കാൻ ബിനോയ് വിശ്വവും MP രാജേഷും പിണറായി വിജയനൊന്നും ഇറങ്ങണ്ട, യാതൊരു സംശയവുമില്ല. ഞങ്ങൾ വിട്ടുതരില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. പിണറായി സർക്കാരിന് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. MP രാജേഷിൻ്റെ കസേരയിൽ അങ്ങനെ സുഖമായിട്ടിരിക്കാം. പേപ്പട്ടിയൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ ഇറക്കി വിട്ട് നാട്ടുകാരെ കടുപ്പിച്ച് ഒന്നും ചെയ്യാതെ സുഖത്തിലിരിക്കാമെന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള കളവ്, കള്ളത്തരം, അഴിമതി ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീലേഖയ്ക്ക് അഭിവാദ്യങ്ങൾ. പ്രശാന്തനെതിരെ ആദ്യത്തെ അഴിമതി, ആ അഴിമതി വെളിയിൽ കൊണ്ടുവന്ന ശ്രീലേഖയ്ക്ക് യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ഒരു ഒന്നാം തരം സല്യൂട്ട് കേരളത്തിലെ ജനങ്ങളുടെ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. അതിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. നമസ്കാരം.